സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ശ്രോതാക്കൾക്കും കേരളപ്പിറവി ദിനാശംസകൾ. മിഴിവേലി ബാബുജി എഴുതിയ നോവൽ ക്ഷത്രിയൻ തുടരുന്നു. കനാലിൽ വീണ് മരിക്കുന്നവരുടെ ശവം പോലീസ് അറിയാതെ എടുക്കരുതെന്നാണ് നിയമം. ഇത്ര തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലട കോവി. നമ്മൾ നോക്കിയാൽ ഒഴുകുന്ന ആളിന് ജീവനുണ്ടെന്ന് തോന്നി. രക്ഷിക്കാൻ വേണ്ടിയാ വെള്ളത്തിൽ നിന്ന് കയറ്റിയത്. അപ്പോഴാ അറിഞ്ഞത് മരിച്ചെന്ന്. പോലീസിനോട് അങ്ങനെ പറഞ്ഞാൽ മതി. ഒന്ന് നിർത്തിയിട്ട് ഗോപി തുടർന്നു. ഈ കനാലിലൂടെ എത്രയോ ശവങ്ങൾ വന്നു. ഈ കാര്യം പറഞ്ഞല്ലേ നമ്മളതൊക്കെ എടുത്തിട്ടുള്ളത്. കർണന്റെ വീട്ടിൽ നിന്ന് അവൻ മാത്രമേ വന്നിട്ടുള്ളൂ. സംഗതി സത്യമാണോ എന്നറിയാഞ്ഞതിനാൽ വിനയെയോ ശംഖുവിനെയോ നാണിയെയോ ഒന്നും അറിയിച്ചിട്ടില്ല. ദാ വരുന്നുണ്ട്. ആരോ അക്യുഡേറ്റിന്റെ താഴെ മുഖത്തേക്ക് കൈ ചൂണ്ടി. താനിരുന്ന സർവേ കല്ലിൽ നിന്ന് ഒരാവേശത്തോടെ കർണൻ ചാടി എഴുന്നേറ്റു. അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്നവർക്ക് തടയാൻ കഴിയും മുമ്പ് അവൻ കനാലിന്റെ വക്കത്തെത്തി. ആളുകളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് കനാലിലേക്ക് കുതിച്ചു. ഗോപിയും ഉദയനും പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ഒപ്പം ചാടി. ആളുകൾ വീർപ്പടക്കി നിന്നു. മിനിറ്റുകൾ നല്ല ഒഴുക്കായതിനാൽ ശവത്തിന്റെ ഒപ്പം അവരും താഴേക്ക് പോകുന്നത് കരയിൽ നിന്നവർക്ക് കാണാമായിരുന്നു. ഏതാനും അടി താഴെയായി കനാലിലേക്ക് ഇറങ്ങാൻ പടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും മൂവരും ചേർന്ന് ശവം വലിച്ച് പടവിൽ വെച്ചു. ഒരു പെൺകുട്ടിയുടെ ശവം തന്നെയായിരുന്നു അത്. കർണൻ ആ മുഖത്തേക്ക് ഒന്നേ നോക്കിയുള്ളൂ. സീതമോളെ. ഒരലർച്ചയോടെ അവൻ ശവത്തിന് മീതെ വീണു. സീതയുടെ ശരീരം പഴുക്കുകയോ വീർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. വെള്ളത്തിൽ കിടന്നതിൻ്റെ ഒരു നിറം മാറ്റം, അല്ലെങ്കിൽ ഉറങ്ങുകയാണെന്നേ തോന്നുമായിരുന്നുള്ളൂ. കഴിഞ്ഞ രാത്രി അവസാനിക്കാറായപ്പോഴായിരിക്കണം അവൾ മരിച്ചതെന്ന് ഗോപിക്കും ഉദയനും തോന്നി. വൈകിട്ട് 4 മണിയോടടുത്തു. എഴിക്കാട്ട് ലക്ഷം വീട് കോളനിയുടെ പടിഞ്ഞാറ്റേ അറ്റത്ത് കുരിശിനരികിൽ ആളുകൾ മുഴുവൻ തിങ്ങിക്കൂടിയിരിക്കുകയാണ്. കോഴഞ്ചേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ സീതയുടെ ശരീരവുമായി പുറപ്പെട്ടു കഴിഞ്ഞെന്ന ഫോൺ സന്ദേശം കിട്ടിയിരുന്നു. ഒരു പായുടെ 2 മൂലകളിലായി തകർന്ന മനസ്സുമായി കിടക്കുകയാണ് ശംഖുവും നാണിയും. തിണ്ണയിൽ ഭിത്തിയിൽ ചാരി കർണനും വിനയ്ക്കും പുറത്തേക്ക് വരണമെന്നും ഭർത്താവിനെ ആശ്വസിപ്പിക്കണമെന്നുമുണ്ട്. പക്ഷേ മുറിയിൽ നിന്ന് ഇറങ്ങാൻ തന്നെ അവൾക്ക് ഭയം തോന്നി. ആളുകൾ തന്നെ പഴിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുമോ എന്ന ഭീതിയാണ്. താൻ വന്നതിന് ശേഷമാണല്ലോ ശാന്തമായിരുന്ന ഈ കുടുംബാന്തരീക്ഷത്തിൽ അശാന്തിയുടെ വിത്തുകൾ വിതറപ്പെട്ടത്. മുറ്റത്ത് ടാർപ്പായ വലിച്ചു കെട്ടി ഒരു ചെറിയ പന്തൽ ഒരുക്കിയിരുന്നു. അതിന് കീഴെ തെക്ക് വടക്കായി ഇട്ടിരിക്കുന്ന മേശ, കൊളുത്താൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നിലവിളക്ക്. അല്പം കഴിഞ്ഞപ്പോൾ ആംബുലൻസിൻ്റെ ശബ്ദം കേട്ടു. കർണൻ പ്രതിമ പോലെ തന്നെ ഇരിക്കുകയാണ്. ഇമകൾ പോലും വെട്ടുന്നില്ല. കണ്ണുകൾ ശൂന്യമായ മരുഭൂമിക്കും അപ്പുറത്തുള്ള ഏതോ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെ. ആംബുലൻസിൽ നിന്നിറക്കിയ ശവപ്പെട്ടി ആളുകൾ താങ്ങിയെടുത്തുകൊണ്ട് വന്ന് മേശപ്പുറത്ത് വെച്ചു. ആളുകൾ സീതയെ അവസാനമായൊന്നു കാണാൻ തിങ്ങിക്കൂടി. ഗോപി നിലവിളക്ക് കൊളുത്തി. ശവപ്പെട്ടിയുടെ മൂടി തുറന്നു. ഉൾവിളി ഉണ്ടായതുപോലെ നാണി ചാടി എഴുന്നേറ്റു. എന്തിയെ എൻ്റെ കുഞ്ഞ്? അവർ ഓടി വന്നു. എൻ്റെ മോളെ. ആർക്കും തടയാൻ കഴിയും മുമ്പ് ശവത്തിന് മുകളിലേക്ക് ചാഞ്ഞ് വിറങ്ങലിച്ച മകളെ കെട്ടിപ്പിടിച്ചലറി കരയാൻ തുടങ്ങി. സ്ത്രീകൾ വളരെ പണിപ്പെട്ട് അവരെ പിടിച്ചകറ്റി ഒരു കസേരയിലിരുത്തി. ശംഖുവിനെ ഗോപിയും മറ്റും താങ്ങി പിടിച്ചു കൊണ്ടുവന്നാണ് ശവം കാണിച്ചത്. നിറക്കണ്ണുകളോടെ വിനയും വന്നു. കർണൻ മാത്രം അപ്പോഴും അനങ്ങിയില്ല. കർണ. ഗോപി അടുത്ത് ചെന്നു തോളിൽ കൈവച്ചു. വേണ്ട ഗോപി, എനിക്ക് കാണണ്ട, എനിക്ക് കാണാൻ വയ്യ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവൻ കരയാൻ തുടങ്ങി. റോഡിൽ റോയൽ എൻഫീൽഡ് വന്നു നിന്നു. ആളുകൾ തിരിഞ്ഞു നോക്കി. ഈട്ടിക്കാടൻ പ്രിൻസ് അതിൽ നിന്നിറങ്ങി. പ്രമാണി വരുന്നു. ആ ശബ്ദം കർണൻ്റെ കാതുകളിലുമെത്തി. വെട്ടിത്തിരിഞ്ഞ് അവൻ തലയുയർത്തി. ആളുകൾക്കിടയിലൂടെ മുറ്റത്തേക്ക് കയറുകയായിരുന്നു പ്രിൻസ്. കർണൻ ഗോപിയുടെ കൈ തോളിൽ നിന്ന് തട്ടി മാറ്റി ചാടി എഴുന്നേറ്റു. പ്രമാണി. ആ വിളി കേട്ട സകലരും ഞെട്ടിത്തിരിഞ്ഞു. പ്രിൻസിലും ഉണ്ടായി ഒരമ്പരപ്പ്. കർണൻ മുന്നോട്ട് പാഞ്ഞു. പ്രിൻസിൻ്റെ മുന്നിലെത്തി. ഒരപേക്ഷയുണ്ട് പ്രമാണി. നിങ്ങൾ എൻ്റെ പെങ്ങളുടെ ശവം കാണരുത്. കർണ. ഒരു സെക്കൻഡ് കൊണ്ട് പ്രിൻസ് വിളറി വിയർത്തു. അതെ, എനിക്കത് സഹിക്കാൻ കഴിയത്തില്ല. ഒരേട്ടനെ പോലെ, ദൈവത്തെ പോലെ, ചക്രവർത്തിയെപ്പോലെ നിങ്ങളെ ഈ നെഞ്ചിലേറ്റി കൊണ്ട് നടന്നവനാ ഞാൻ. കർണൻ സ്വന്തം നെഞ്ചിൽ ആഞ്ഞടിച്ചു. പക്ഷേ ഒക്കെ ഇന്നലെ രാത്രിയിൽ തകർന്നുപോയി. എൻ്റെ മനസ്സിൽ ദൈവങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ വിഗ്രഹം തകർന്നുപോയി പ്രമാണി, തകർന്നുപോയി. ആളുകൾ അവിശ്വസനീയതയോടെ കണ്ടും കേട്ട് നിൽക്കുമ്പോൾ കർണൻ തുടർന്നു. ഇന്നലെ രാത്രി എൻ്റെ കൂടെ പ്രമാണി വന്നിരുന്നെങ്കിൽ എനിക്കുറപ്പാ ഇന്ന് എൻ്റെ കുഞ്ഞു പെങ്ങളുടെ ശവം ഇവിടെ കിടക്കത്തില്ലായിരുന്നു.
പ്രിൻസിൻ്റെ നാവൊന്ന് ചലിച്ചതുപോലുമില്ല. കർണ, നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നേ? ഗോപി അവനെ ശാസിച്ചു. സത്യമാ ഗോപി, സത്യം. പ്രമാണിക്ക് നമ്മളെ ആരെയും വേണ്ട. കർണ, ഞാൻ വളരെ പണിപ്പെട്ട പ്രിൻസ് എന്തോ പറയാനാഞ്ഞു. വേണ്ട പ്രമാണി, ഒന്നും പറയല്ലേ. എൻ്റെ പെങ്ങളുടെ ശവം കാണല്ലേ. തൊഴുകൈയോടെ അവൻ താഴേക്ക് ഓർന്നു. ഒരു നിമിഷം പ്രിൻസ് അത് നോക്കി നിന്നു. പിന്നെ നിറഞ്ഞു തുളുമ്പിയ കണ്ണീര് ഒപ്പാതെ പോലും കുനിഞ്ഞ ശിരസോടെ സാവധാനം പിന്തിരിഞ്ഞു. ബൈക്കിനരികിൽ എത്തുമ്പോഴേക്കും അവൻ്റെ കാലുകൾ വേച്ചു തുടങ്ങിയിരുന്നു. തീർത്തും പരീക്ഷീണനായതുപോലെ അവൻ ബൈക്കിൽ അല്പനേരം ഇരുന്നു. ഒരു വട്ടം തിരിഞ്ഞു നോക്കി. നനഞ്ഞ കൺപീലികൾക്കിടയിലൂടെ കർണൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നവരുടെ മങ്ങിയ ചിത്രം മാത്രമേ അവന് കാണാൻ കഴിഞ്ഞുള്ളൂ. അത് കലക്കിയട ടോണി, ഒത്തിരി കലക്കി. വാർത്തയെറിഞ്ഞ് തലയെറിഞ്ഞ് ചിരിക്കുകയായിരുന്നു ജന്നു തങ്കച്ചി. ആ ഭാവവും കണ്ണിലെ ചുവപ്പുരാശിയും കണ്ടപ്പോൾ ടോണിക്ക് പോലും ഭയം തോന്നി. ഇന്നലെ വരെ ഈട്ടിക്കാടന് വേണ്ടി കൊല്ലാനും ചാവാനും ഒരുങ്ങി നിന്നവരാണ് കോളനിക്കാർ. അത് തന്നെയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പിൻബലവും. അത് പോയിരിക്കുന്നു. ഇനി അവൻ ഒറ്റയ്ക്ക്. പടയാളികളില്ലാത്ത യുദ്ധം ചെയ്യുകയില്ലെന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന രാജാവിനെ അരിഞ്ഞു വീഴ്ത്താനാണോ ബുദ്ധിമുട്ട്? കോളനിക്കാർ പിൻവാങ്ങിയതോടെ പ്രിൻസിൻ്റെ പരാജയത്തിൻ്റെ ശവപ്പെട്ടിയിൽ അവസാനത്തെ അണിയും അടയ്ക്കപ്പെട്ടിരുന്നു. ഇനി നമ്മൾ? ടോണി അർദ്ധോക്തിയിൽ നിർത്തി. എനിക്ക് അവനെ നേരിട്ടൊന്ന് കാണണം. നാലാണിൻ്റെ മുന്നിൽ വെച്ച് തന്നെ. ടോണി തലയാട്ടി. 2-3 ദിവസങ്ങൾ അതിനായി കാത്തിരിക്കേണ്ടി വന്നു. രാവിലെ നകുലൻ ബൈക്കിൽ പാഞ്ഞെത്തി. ആൻറ്റി, അവൻ ആ ഈട്ടിക്കാടൻ ചന്തയിലേക്ക് പോയിട്ടുണ്ട്. നേരോ? തങ്കച്ചിയുടെ മുഖം തെളിഞ്ഞു. വേഗം കാർ ഇറക്കടാ നകുല, ഞാനിതാ വരുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തങ്കച്ചി ഒരുങ്ങിയിറങ്ങി. ഞാനും കൂടി വരാ ആൻറ്റി. ടോണിയും ഒപ്പക്കൂടി. വേണ്ടടാ, നിനക്കെന്താ പേടിയുണ്ടോ? ഈ ജന്നു തങ്കച്ചി ആരാണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല കേട്ടോ. നകുലനും തങ്കച്ചിയും യാത്രയായി. അപ്പോൾ ക്വാളിസ് കോട്ടച്ചന്തയ്ക്കരികിലുള്ള റോഡിൻ്റെ ഓരം ചേർത്തിട്ട് ചന്തയിലേക്ക് നടക്കുകയായിരുന്നു ഈട്ടിക്കാടൻ പ്രിൻസ്. തല്ലി തകർക്കപ്പെട്ട വണ്ടിയുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് കഴിഞ്ഞ ദിവസമാണ് കിട്ടിയത്. അവൻ പച്ചക്കറികളും മറ്റും വാങ്ങി. ആളുകൾക്കൊക്കെ പഴയതുപോലെ സ്നേഹമില്ലെന്ന് അവന് തോന്നി. അതോ ഇനി തൻ്റെ മനസ്സിൻ്റെ സംശയമാണോ? മീൻ വിൽപ്പനക്കാരുടെ അടുത്തേക്ക് അവൻ ചെന്നു. പ്രമാണിക്കുള്ള മീൻ മാറ്റിവെച്ചിട്ടുണ്ട്. ഏതാണ്ട് 4 കിലോയുള്ള ഒരു ആറ്റുവാള മീൻകാരനെടുത്ത് കാണിച്ചു. പ്രിൻസ് സഞ്ചി മുന്നോട്ട് നീട്ടിയതും അതിനേക്കാൾ വേഗത്തിൽ മറ്റൊരു സഞ്ചിയും നീട്ടപ്പെട്ടു. ആ വാള എനിക്ക് വേണം. നിങ്ങൾ ചോദിക്കുന്ന പണം ഞാൻ തരും. മൂർച്ചയുള്ള സ്ത്രീ ശബ്ദം. പ്രിൻസ് വെട്ടിത്തിരിഞ്ഞു. ആ ശബ്ദം അവൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഫോണിലൂടെ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ശബ്ദം. തൂവെള്ളയിൽ പൊതിഞ്ഞു നിൽക്കുന്ന സ്ത്രീയെ അവൻ കണ്ടു. കത്തുന്ന സൂര്യനെ പോലെ തോന്നിക്കുന്ന അവരുടെ നെറ്റിയിലെ ചുവന്ന പൊട്ടും. ഇവരാണപ്പോൾ. പ്രിൻസിൻ്റെ ഞരമ്പുകൾ വലിച്ചു മുറുകി. നേരത്തെ ഒരു തവണ ഈ സ്ത്രീയെ താൻ അവിടെ വെച്ച് കണ്ട കാര്യവും അവന് ഓർമ്മ വന്നു. പ്രിൻസിനെ തീർത്തും അവഗണിച്ച് ജന്നു തങ്കച്ചി മീൻ വിൽപ്പനക്കാരനോട് പറഞ്ഞു, നോക്കിയിരിക്കാതെ ആ സഞ്ചിയിലേക്ക് ഇടറാ മീൻ. നീ ഉദ്ദേശിച്ചവർക്ക് മാത്രം കൊടുക്കാനായിരുന്നു ഇതെങ്കിൽ പിന്നെന്തിനാടാ ചന്തയിൽ കൊണ്ടുവന്നത്? മീൻകാരനും അമ്പരന്നു. പകപ്പോടെ അയാൾ പ്രിൻസിനെ നോക്കി. അവൻ ആകെ പുകഞ്ഞു കത്തി നിൽക്കുകയാണ്. ആളുകൾ ശ്രദ്ധിക്കുന്നു. ഈ മീൻ ഞാൻ തന്നെ കൊണ്ടുപോകും, ജന്നു തങ്കച്ചി വെല്ലുവിളിയോടെ പറഞ്ഞു. അതല്ല, മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ തോൽപ്പിക്കണം. പ്രിൻസിൻ്റെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. ആരിവർ? തൻ്റെ അമ്മയോളം പ്രായമുള്ള ഒരു സ്ത്രീ. താൻ എന്തെങ്കിലും ചെയ്തു പോയാൽ ആളുകൾ തന്നെ പഴിക്കും. മാത്രമല്ല, അമ്മയ്ക്ക് താൻ കൊടുത്തിരിക്കുന്ന വാക്ക്. ചന്തയിൽ വെച്ച് വിവസ്ത്രനാക്കപ്പെട്ടതുപോലെ അവൻ വിളറി. ജന്നു തങ്കച്ചി കലിതുള്ളി. ഇടടാ മീൻ ഇങ്ങോട്ട്. അറിയാതെ മീൻകാരൻ അത് ജന്നു തങ്കച്ചിയുടെ സഞ്ചിയിലേക്ക് ഇട്ടു. വിജയിച്ച ഒരു ചിരിയോടെ തങ്കച്ചി പേഴ്സിൽ നിന്ന് 500 രൂപയുടെ ഒരു നോട്ടെടുത്ത് മീൻകാരന് നേരെ വലിച്ചെറിഞ്ഞു. പിന്നെ വെട്ടിത്തിരിഞ്ഞ് പ്രിൻസിന് അഭിമുഖമായി നിന്നു. ഒരു മീനിനു വേണ്ടി പണ്ട് നീ ഈ ചന്തയിൽ വെച്ച് മാധവനുമായി തല്ലുണ്ടാക്കിയില്ലേ? ആ ശൗര്യം ഒന്ന് കാണിച്ചേടാ. നിനക്ക് വെച്ച മീൻ കൊണ്ടുപോകുകയെ ഞാൻ. ചുണയുണ്ടെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കേടാ പുല്ലേ. പ്രിൻസ് മറ്റെല്ലാം മറക്കുകയായിരുന്നു. അവനിലെ ചോര ഉണർന്നു. തല്ലടാ, തല്ല്. ഇടം കൈകൊണ്ട് തങ്കച്ചി അവൻ്റെ നെഞ്ചിൽ പിന്നോട്ട് തള്ളി. ഈട്ടിക്കാടൻ പ്രിൻസ് ആണെങ്കിൽ നീ ഒന്ന് തല്ലടാ. തള്ളേ, നിങ്ങൾ പോ. അവൻ പല്ലുകൾ കടിച്ചമർത്തി. പോന്നില്ലടാ, നിന്റെ ശൗര്യം കാണട്ടെ ആദ്യം. ജനങ്ങൾ ചുറ്റും കൂടി. എടാ തല്ലാൻ. തങ്കച്ചി വീണ്ടും പ്രിൻസിനെ തള്ളി. അടുത്ത നിമിഷം പടക്കം പൊട്ടുന്നതിനേക്കാൾ ഒച്ചയിൽ ഒരടിശബ്ദം. ആളുകൾ കിടുങ്ങിപ്പോയി. വല്ലാത്തൊരു നിലവിളിയോടെ തങ്കച്ചി തറയിലേക്ക് വേച്ചു വീണു. പിടിവിട്ടുപോയ സഞ്ചിയിൽ നിന്ന് മീൻ തെറിച്ചു വീണു. ജന്നു തങ്കച്ചിയുടെ തലച്ചോറിൽ 1000 നക്ഷത്രങ്ങൾ ഒന്നിച്ചു ചിതറി. ചുഴലിക്കാറ്റിൽ അകപ്പെട്ടതുപോലെ അവരൊന്ന് വട്ടം കറങ്ങി. വിജയത്തിൻ്റെ ഉന്മാദ ലഹരിയിൽ
ആർ തട്ടഹസിച്ച അവരിൽ നിന്ന് തേങ്ങലിന്റെ ശബ്ദം പുറത്തു വന്നു. ഈട്ടിക്കാടൻ പ്രിൻസ് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിച്ചിരിക്കുന്നു. തങ്കച്ചിക്ക് മാത്രമല്ല അവിടെ കൂടി നിന്നവർക്കും ആദ്യം തോന്നിയത് അങ്ങനെയാണ്. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അവർ ആ സത്യം തിരിച്ചറിഞ്ഞു. ജന്ന തങ്കച്ചിയെ തല്ലിയത് പ്രിൻസ് അല്ല, മീൻകാരി അന്നമ്മയാണ്. ആദിത്യ അങ്കലാപ്പിൽ നിന്ന് മോചിതയായ തങ്കച്ചിയെ നോക്കി അന്നമ്മ അലറി, ദേ പെമ്പറന്നോരെ, കുറേ നേരമായല്ലോ നിങ്ങൾ പ്രമാണിയുടെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട്. വഴക്കും വയ്യാവേലിയും വേണ്ടെന്ന് വെച്ച പ്രമാണിയെ കൊണ്ട് നിങ്ങൾക്ക് വഴക്കുണ്ടാക്കിച്ചേ പറ്റൂ അല്ലേ? നിങ്ങൾ ഏത് കൊമ്പത്തേതായാലും സൂക്ഷിച്ച് സംസാരിക്കണം ഇനി, അല്ലെങ്കിൽ ഇനിയും മേടിക്കും. തങ്കച്ചി പ്രത്യാക്രമണം നടത്തിയാൽ അത് തടയാനായി കരുതി നിൽക്കുകയാണ് അന്നമ്മ. പ്രിൻസിനാണെങ്കിൽ താൻ കണ്ടത് ഒരു സ്വപ്നമാണെന്നാണ് തോന്നിയത്. മറ്റ് മീൻ കച്ചവടക്കാരെ പോലെ ബഹളങ്ങളൊന്നുമില്ലാതിരുന്ന ഒരു പതിഞ്ഞ സ്വഭാവക്കാരി ആ സ്ത്രീയാണിപ്പോൾ പുലി പോലെ. അത്രയും ആളുകൾക്കിടയിൽ വെച്ച് മാനം പോയി ജന്നി തങ്കച്ചി വൈരാഗ്യത്തോടെ തൻ്റെ പ്രതിരോധിയെ നോക്കി. ഏതാണ്ട് തൻ്റെ അമ്മയുടെ അത്രയും തന്നെ പ്രായമുള്ള മെല്ലിച്ച സ്ത്രീ. എന്നാൽ എന്തൊരു കരുത്തായിരുന്നു ഇവർക്ക്. ഇവിടെ നിന്ന് തല കുനിച്ച് മടങ്ങിയാൽ തനിക്കൊരിക്കലും പിന്നെ ജയിക്കാൻ കഴിയില്ലെന്ന് തങ്കച്ചിക്ക് തോന്നി. ഈ തങ്കച്ചിക്ക് നേരെ കൈ ഉയർത്തും അല്ലേടി നീ പീറ മീൻകാരി. അവർ അന്നമ്മയെ തല്ലാനായി മുന്നോട്ടാഞ്ഞു. ഞൊടിയിടയിൽ തൊട്ടടുത്ത മത്സ്യക്കുട്ടയിൽ നിന്ന് ഒരു തിഴണ്ടിയെ വാലിൽ പിടിച്ചുയർത്തി അന്നമ്മ. വേണ്ടടി വേണ്ട, ഇനി തോന്നിയസം പറയുകയോ കാണിക്കുകയോ ചെയ്താൽ തെരണ്ടി വാലിന് അടി കിട്ടും. അന്നമ്മ ഒരു പിച്ചാത്തി എടുത്ത് തെരണ്ടി വാൽ മുറിച്ചെടുത്തു. ജെന്നു തങ്കച്ചി വിളറിപ്പോയി. പക്ഷേ അങ്ങനെ മടങ്ങാൻ കഴിയില്ലല്ലോ. നോക്ക്, നിന്നെപ്പോലെ വൃത്തികെട്ട ഒരുത്തിയോട് സംസാരിക്കുന്നത് തന്നെ എനിക്ക് കുറച്ചില്ല. പക്ഷെ നീ ചെവിയൽ നുള്ളിക്കോടി ദരിദ്ര പരീക്ഷേ. എന്നെ തല്ലാൻ നോക്കിയ കൈയുമായിട്ട് നീ ഇനി ചന്തയിൽ ഉണ്ടാവില്ല. വേണ്ട കേട്ടോ. അപ്പോഴേക്ക് മീൻ വിൽക്കുന്ന മറ്റ് സ്ത്രീകൾ ചാടി എഴുന്നേറ്റു. നീ കൂടുതൽ മൂപ്പിക്കല്ലേ, മീൻ വിൽക്കുന്ന കയ്യാ ഞങ്ങളുടേത്. ഒന്നങ്ങോട്ട് ഇട്ട് തന്നാൽ ആയുസിൽ നാറ്റം പോകത്തില്ല. കടന്നൽ കൂട്ടത്തിൽ കല്ല് വീണതുപോലെ തങ്കച്ചിയെ വളഞ്ഞു. അവരാകെ ഭയന്നുപോയി. ഇനി ഇവിടെ നിൽക്കാതിരിക്കുന്നത് തന്നെയാണ് ബുദ്ധി. പ്രിൻസിനെയും അന്നമ്മയെയും കടുപ്പിച്ചൊന്ന് നോക്കിയിട്ട് അണപ്പല്ലുകൾ കടിച്ചമർത്തി തറ ചവിട്ടിക്കുലുക്കി അവർ നടന്നു. പിന്നിൽ നിന്ന് ആളുകൾ കൂക്കി വിളിച്ചു, വേണ്ടായിരുന്നു ചേട്ടത്തി, അവരെന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. പ്രിൻസ് അന്നമ്മയോട് പറഞ്ഞു, എത്ര നേരമാ പ്രമാണി കേട്ടുകൊണ്ടിരിക്കുന്നേ, സഹിക്കാൻ പറ്റാഞ്ഞിട്ടാ ഞാൻ. അവൾക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. മറ്റൊരു സ്ത്രീയും പറഞ്ഞു. എന്തൊക്കെ അഹമ്മദികളാ വിളിച്ചു കൂവിയത്. പ്രിൻസ് പതുക്കെ തലയാട്ടി. ആരാ അവര്? ആർക്കറിയാം. അന്നമ്മ കൈമലർത്തി. വണ്ടിയിൽ കുന്നിന്മേലെ നഗലിനുണ്ടായിരുന്നു. ആളുകൾക്കിടയിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടപ്പോൾ അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. കർണൻ്റെ വീട്ടിൽ ഇപ്പോൾ ആരും പരസ്പരം സംസാരിക്കാറ് പോലുമില്ല. വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന കുറേ ആളുകൾ ഒരു സ്ഥലത്ത് എങ്ങനെയോ എത്തിപ്പെട്ടതുപോലെയായിരുന്നു അവർ. കർണനും വിനയും തമ്മിൽ പോലും ഒരകലം ഉണ്ടായിരിക്കുന്നു. സീതയുടെ മരണശേഷം ആ വീട്ടിൽ തീ പുകഞ്ഞിട്ടില്ല. അടുത്ത വീട്ടുകാർ എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ തന്നെ അതവിടെ ഇരുന്ന് ചീത്തയാകുന്നതേ ഉള്ളൂ. സീതയുടെ മരണം ആ കൊച്ചു കുടുംബത്തിന് അത്രമാത്രം ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സന്ധ്യയോടടുത്ത നേരം കർണൻ വീട്ടിൽ നിന്നിറങ്ങി റോഡിനപ്പുറത്തുള്ള കോളനിയുടെ ബാക്കി ഭാഗം പുഞ്ചയിൽ നിന്ന് വേർതിരിക്കുന്ന മതിലിലൂടെ തെക്കോട്ട് നടന്നു. കോളനിയുടെ തെക്കേ അറ്റത്തായിരുന്നു ശ്മശാനം. യശശരീരനായ കെ ശ്രീനിവാസൻ MLA ആയിരുന്നു ഇവിടെ ഈ ശ്മശാനം ഉണ്ടാക്കുവാൻ വേണ്ട നടപടികൾ ചെയ്തതെന്ന് കർണൻ ഓർത്തു. അന്ന് തനിക്ക് 10-11 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ശ്മശാനത്തിന് ചുറ്റും ഒരു മതിലുണ്ട്, ഗേറ്റും. തുരുമ്പിച്ച ഗേറ്റ് തുറന്ന് കർണൻ അകത്ത് കയറി. ഏതാനും പില്ലറുകൾ അവിടെ ഉയർന്നു നിൽപ്പുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പന്തളം ശിവൻകുട്ടിയാണ് വൈദ്യുത ശ്മശാനം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി ഇത്രയും ചെയ്തത്. പില്ലറുകൾക്കിടയിലൂടെ കർണൻ ശ്മശാനത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ കോണിലെത്തി. അവിടത്തെ പച്ച മൺകൂനക്കരികിൽ കണ്ണടച്ച് അല്പനേരം നിന്നു. വല്യേട്ടാ. വീശി വന്ന കാറ്റിൽ സീതയുടെ ശബ്ദം തങ്ങി നിൽക്കുന്നത് പോലെ കർണന് കുളിരുകോരി. എന്നെ രക്ഷിക്കു വല്യേട്ടാ, ഇവരെന്നെ കൊല്ലും. അവൾ കരയുകയാണ്. കർണൻ്റെ കണ്ണുകളിൽ ഉറവ് പൊട്ടി. നെഞ്ചിടം വല്ലാതെ വീർത്തു വരുന്നത് പോലെ അവന് ശ്വാസം വിലങ്ങി. രക്ഷിക്കു വല്യേട്ടാ. ആ ശബ്ദം കാതുകൾക്ക് ചുറ്റും വട്ടമടിക്കുകയാണ്. മോളെ. ഒരു നിലവിളിയോടെ കർണൻ ആ മൺകൂനക്കരികിലിരുന്നു. ഒരു പിടി മണ്ണ് വാരി നെഞ്ചോട് ചേർത്തു. സീതമോളെ, കർണേട്ടൻ സത്യം ചെയ്യുന്നു. മോളോട് ഈ ചെയ്തവർ ആരായാലും ഈ ഏട്ടൻ മാപ്പ് കൊടുക്കല്ല. കൊണ്ടുവരും ഞാൻ അവനെ ഇവിടെ. എന്നിട്ട് ഈ കാൽക്കലിട്ട് കൊല്ലും മോളെ. കൊന്നു കടം തീർക്കും ഏട്ടൻ. അതിനെ ഏട്ടൻ ഇനി കഴിയത്തുള്ളല്ലോ. മണ്ണ് ശവക്കുഴിക്ക് മേലെ ഇട്ടിട്ട് അവൻ എഴുന്നേറ്റു. ശക്തിയിൽ കാറ്റ് വീശി. അവൻ്റെ മുടിയിളകൾ ഇളകി. പടിഞ്ഞാറൻ മാനത്ത് പടർന്നു കിടക്കുന്ന
ചെമ്മാനത്തിൻ്റെ ചുവപ്പ് രാശി അവൻ്റെ കണ്ണുകളിലേക്ക് വലിഞ്ഞു കയറി. കൊടുങ്കാറ്റായി അവൻ പിന്തിരിഞ്ഞു. ശ്മശാനത്തിൻ്റെ ഗേറ്റ് വല്ലാത്തൊരു ശബ്ദത്തോടെ തുറന്നടഞ്ഞു കരഞ്ഞു. അവൻ ആൽത്തറയ്ക്കടുത്തെത്തി. ആദ്യം കണ്ട ഓട്ടോയിൽ കയറി. എങ്ങോട്ടാ കർണ? അവൻ്റെ ഭാവം കണ്ട ഡ്രൈവർക്ക് അങ്കലാപ്പായി. വിട്, പറയാം. ഓട്ടോ നീങ്ങി. യാത്ര അവസാനിച്ചത് മാലക്കരയിൽ സണ്ണിയുടെ വീട്ടിലാണ്. സണ്ണി, എടാ സണ്ണി! മുറ്റത്ത് നിന്നുകൊണ്ട് അവൻ ഒച്ചയുയർത്തി. സണ്ണിയുടെ പിതാവ് വാതിൽക്കൽ തല നീട്ടി. ആരാ? എന്താ? സണ്ണി എന്തിയേ? ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അറിയത്തില്ല, 2-3 നാളായി പോയിട്ട്. എങ്കിൽ വരുമ്പോൾ പറഞ്ഞേര് കർണൻ വന്നിരുന്നുവെന്ന്. എവിടെ പോയി ഒളിച്ചാലും അവനെ ഞാൻ പൊക്കുമെന്ന്. സണ്ണിയുടെ പിതാവ് അന്താളിച്ചു നിൽക്കുമ്പോൾ കർണൻ ചെന്ന വേഗതയിൽ തന്നെ പടിയിറങ്ങി. രാത്രി കുറേ ഇരുട്ടിക്കഴിഞ്ഞു. ഇറപ്പുഴ സലീമോ അനുജന്മാരും അടങ്ങുന്ന കുടുംബാംഗങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ മാത്രമാണ് ഇങ്ങനെയൊരു കൂടിച്ചേരലും ഇരിപ്പും. അതിൻ്റെ കാരണം ഇന്ന് സൂര്യൻ്റെ ബർത്ത്ഡേ ആയിരുന്നതാണ്. അത്താഴത്തിനു മുമ്പുള്ള മദ്യസേവയിൽ ഇത്തരം ദിവസങ്ങളിൽ എല്ലാവരും പങ്കുകൊള്ളണം എന്നതാണ് സലീം ഉണ്ടാക്കിയിരിക്കുന്ന കുടുംബ നിയമം. സ്ത്രീകളും കുട്ടികളും പോലും അന്നൊരു ഗ്ലാസ് ബിയർ കുടിച്ചിരിക്കണം. അതിനുള്ള നേരം ഏതാണ്ടായി വരികയാണ്. പെട്ടെന്ന് കോളിംഗ് ബെൽ ശബ്ദിച്ചു. മാധുരി ചെന്ന് വാതിൽ തുറന്നു. അരണ ചാക്കോ ആയിരുന്നു പുറത്ത്. സലീം മുതലാളി ഉണ്ടോ? ഉണ്ട്. മാധുരി തിരിഞ്ഞ് ഭർത്താവിൻ്റെ അടുത്തെത്തി. ആ ചാക്കോ വന്ന് നിൽക്കുന്നു. സലീമിൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. അനുചർമാർ ചോദ്യഭാവത്തിൽ നോക്കുന്നത് കണ്ടില്ലെന്ന രൂപേണ സലീം പുറത്തെത്തി. എന്താ ചാക്കോ? ഒരത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു മുതലാളി. വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അയാളെയും വിളിച്ചുകൊണ്ട് സലീം ലൂണിലേക്ക് ഇറങ്ങി. നിയോൺ ബൾബുകൾക്ക് ചുറ്റും ചെറുപ്രാണികൾ വട്ടമിട്ട് പറക്കുന്നു. ഇനി പറഞ്ഞു. ആ കർണൻ കലിമുത്ത് ഇന്ന് സണ്ണിയുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് ഏതായാലും ജനലിലൂടെ സണ്ണി അത് കണ്ടു. അവൻ അവിടെയില്ലെന്ന് അപ്പനെ കൊണ്ട് പറയിപ്പിച്ച് തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷേ എവിടെ ഉണ്ടോലും പൊക്കുമെന്ന് പറഞ്ഞ കർണൻ പോയിരിക്കുന്നത്. സലീം ഇടത് കാലിൽ പിടിച്ച് അസ്വസ്ഥതയോട് വലിച്ചു. കുഴപ്പമാകുമോടാ? ആകുമെന്ന മുതലാളി തോന്നുന്നത്. അവൻ എന്തിയെ സണ്ണി? എൻ്റെ വീട്ടിലുണ്ട്. കുറച്ച് ദിവസത്തേക്ക് അവനൊന്ന് മാറി നിൽക്കാൻ പറ. വേണ്ടത്ര കാശ് നീ രാവിലെ ചെന്ന് വാങ്ങിച്ചുകൊണ്ട് കൊടുക്ക്. ശരി മുതലാളി. നമ്മുടെ നേരെ വരുന്ന വെടിയുണ്ട ദിശ മാറ്റി വിടാമോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. അരണ ചാക്കോ തലയാട്ടി. ആ നേരത്ത് കുന്നിന്മേൽ ബംഗ്ലാവിൽ ജെന്നി തങ്കച്ചിയെയും ടോണിയെയും നകുലിനെയും വിളിച്ച് പുതിയ പദ്ധതികൾ ഒരുക്കുകയായിരുന്നു. എൻ്റെ നേരെ കൈ പൊക്കിയ ആ മീൻകാരി ഇനി ആ ചന്തയിൽ ഉണ്ടാവരുത് ടോണി. അതിന് വേണ്ടത് ഞാൻ തന്നെ ചെയ്തോളാം. പക്ഷേ അവർ പോകുന്നതും വരുന്നതുമായ സ്ഥലങ്ങളും മറ്റു വിവരങ്ങളും എല്ലാം എനിക്ക് ഉടനെ കിട്ടണം. ശരി ആൻറ്റി. ആ നേരത്ത് ആൻറ്റി എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നോ? ഒറ്റ ചവിട്ടിന് അവിടെ ഇട്ട് തന്നെ ഞാൻ അവരെ തീർത്തേനെ. നകുലൻ വീറോടെ പറഞ്ഞു. അവിടെ നമുക്ക് ശക്തി കൊണ്ട് ജയിക്കാൻ കഴിയില്ലായിരുന്നു. അതെനിക്ക് ഉറപ്പാ. അതാ ബുദ്ധി കൊണ്ട് കളിക്കാമെന്ന് വെച്ചത്. ഉള്ളിലെ വ്രണം ഉണങ്ങിയിട്ടില്ലെങ്കിലും തങ്കച്ചി പുഞ്ചിരിച്ചു. പിറ്റേന്ന് തന്നെ ടോണി ആവശ്യത്തിന് വിവരങ്ങൾ ശേഖരിച്ച് തങ്കച്ചിക്ക് കൊടുത്തു. ആറന്മുള പുഞ്ചിയിൽ വലയിട്ട് മീൻ പിടിക്കുന്നവരിൽ നിന്നാണ് അന്നമ്മ മീൻ വാങ്ങുന്നത്. നേരം പരവരാ വെളുക്കുമ്പോൾ അവർ മീനുമായി ബസ് സ്റ്റോപ്പിലെത്തും. വിവരണം കേട്ട ജെന്നി തങ്കച്ചിയുടെ കണ്ണുകൾ വജ്രത്തുണ്ടുകൾ ചിതറി വീണതുപോലെ ഒന്ന് തിളങ്ങി. അതിനടുത്ത ദിവസം വെളുപ്പിന് പുഞ്ചിയോരത്ത് നിന്ന് വാങ്ങിയ മീനുകളുമായി നാൽക്കാലികൾ പാലത്തിനടുത്തേക്ക് നടന്നു വരികയായിരുന്നു അന്നമ്മ. ശിരസിൽ വെച്ചിരിക്കുന്ന വലിയ അലുമിനിയം പാത്രത്തിലാണ് മീൻ. പുതുതായി പണി നടക്കുന്ന എയർപോർട്ട് റോഡിലൂടെ അവർ ബസ് സ്റ്റോപ്പിലേക്ക് നീങ്ങി. കടകളൊന്നും തുറന്നിട്ടില്ല. ക്ഷേത്രത്തിൽ പോകുന്ന ഏതാനും സ്ത്രീകൾ അവിടെ നിൽപ്പുണ്ട്. അന്നമ്മ റോഡ് മുറിച്ച് കടക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ഹോൺ കേട്ട് അവർ ഞെട്ടി തിരിഞ്ഞു. പാഞ്ഞെടുക്കുന്ന ടിപ്പർ ലോറി ഭൂമിയിൽ നിന്ന് പൊട്ടി മുളച്ചതുപോലെയാണ് പ്രത്യക്ഷപ്പെട്ടത്. കർത്താവേ! അന്നമ്മയുടെ നെഞ്ചിൽ ഒരു ആർത്തനാദം കുരുങ്ങി വീണു. ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന സ്ത്രീകളിൽ നിന്നുമുണ്ടായി അയ്യോ എന്നൊരു ശബ്ദം. ലോറിയുടെ ഇടിയേറ്റ അന്നമ്മ ഏതാനും അടി മുന്നോട്ട് തെറിച്ചുപോയി. തലയിലിരുന്ന മീൻപാത്രം കുറെ കൂടി അകലേക്ക് തെറിച്ചു. അതിൻ്റെ അടപ്പ് തുറക്കപ്പെട്ടു. മീനുകൾ റോഡിൽ ചിതറി. ചിമ്മി തുറക്കുന്ന നേരം കൊണ്ട് ലോറിയുടെ പിൻചക്രങ്ങൾ അന്നമ്മയുടെ ശരീരത്തെ റോഡിൽ അരച്ചു ചേർത്തു. ഈശ്വര! വാർത്തയറിഞ്ഞ് പ്രിൻസ് തലയിൽ കൈവച്ചിരുന്നു പോയി. ശങ്കരനായിരുന്നു വിവരം എത്തിച്ചത്. അതൊരു അപകടമല്ലെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ജെന്നി തങ്കച്ചിയെ തല്ലിയതിൻ്റെ പ്രതികാരം തന്നെയാവും അത്. അന്നത്തെ ആ സംഭവത്തിന് ശേഷം പ്രിൻസ് കോട്ടച്ചന്തയിൽ പോയിട്ടില്ല. എന്നിരുന്നാലും തങ്കച്ചി ആരാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അവരുടെ ലക്ഷ്യവും. ഞാൻ പോട്ടെ പ്രമാണി. ശങ്കരൻ പറഞ്ഞതുപോലും അവൻ കേട്ടില്ല. താൻ കാരണം ഒരാൾ കൂടി തീക്കുള്ളിൽ അകപ്പെട്ടതുപോലെ അവൻ നീറി. ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരണമാണെന്ന് പോലും തോന്നി. ജീവിക്കുന്ന ശവമായി ഇനി വയ്യ. പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ഒരു മുഖം തെളിഞ്ഞു. അച്ഛൻ്റെ മുഖം. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ്റെ മുഖം. അച്ഛനെ കാണണം.
അവന് തിടുക്കമായി. ഈ സങ്കടക്കടലിൽ നിന്ന് രക്ഷപ്പെടാൻ അച്ഛൻ്റെ ഉപദേശത്തിന് മാത്രമേ കഴിയൂ. പിറ്റേന്ന് വെളുപ്പിന് തന്നെ അവൻ തിരുവനന്തപുരത്തിന് പോയി. അച്ഛനെ കാണാൻ പോവുകയാണെന്ന് ഇന്ദിരാമ്മയോട് പോലും പറഞ്ഞില്ല. ഇനി അച്ഛനെ കാണാൻ പോകുമ്പോൾ ഒപ്പം കൂട്ടണമെന്ന് പറഞ്ഞിരുന്നതാണ് അമ്മ. പക്ഷേ ഇത്തവണ വേണ്ട. 10 മണിയായപ്പോൾ അവൻ പൂജപ്പുരയിലെത്തി. സന്ദർശനത്തിനുള്ള ഫോമുകൾ പൂരിപ്പിച്ച് നൽകി. പിന്നെ കാത്തിരിക്കുമ്പോൾ കനത്ത മതിൽക്കെട്ടിന് മുകളിലൂടെ അവൻ പരീക്ഷാഭവൻ്റെ മുകൾ നിലകൾ കണ്ടു. സന്ദർശന സമയമായി. പലതവണ എത്തിയ ആ ഇരുമ്പ് നെറ്റിന് പുറത്ത് അവൻ കാത്തു നിന്നു. ഒരു ഗാർഡിൻ്റെ അകമ്പടിയോടെ അയാളെത്തി. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ. ജയിൽ യൂണിഫോമിലാണെങ്കിലും അച്ഛനൊരു ചക്രവർത്തിയുടെ ഗാംഭീര്യമാണെന്ന് അവൻ അറിഞ്ഞു. മീശ പിരിഞ്ഞു തന്നെ ഇരിക്കുന്നു. കൈകളില്ലാത്ത അച്ഛന് മീശ പിരിച്ചു കൊടുക്കുന്നത് ആരാണ്? മകനെ അടിമുടി നോക്കി സുരേന്ദ്രൻ പുഞ്ചിരിച്ചു. നീയൊന്ന് ചടച്ചിട്ടുണ്ടല്ലോടാ പ്രമാണി. പ്രിൻസിൻ്റെ മുഖം താണു. നിന്റെ മനസ്സിൽ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നല്ലോ എനിക്ക്. ആട്ടെ, ഇന്ദിരാമയും ശ്വേതയും സുഖമായിരിക്കുന്നു. അവൻ തലയാട്ടി. പക്ഷേ കണ്ണുകൾ നനഞ്ഞു. സുരേന്ദ്രൻ്റെ കണ്ണുകൾ കുറുകി. എന്താ മോനെ? അച്ഛാ. നെറ്റിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെല്ലാം പറഞ്ഞു. സുരേന്ദ്രൻ്റെ മുഖത്ത് പലവിധ ഭാവങ്ങൾ മിന്നി. അല്പനേരം അയാൾ മിണ്ടാതെ നിന്നു. പിന്നെ ഇരുമ്പ് നെറ്റിനോട് ചുണ്ടു ചേർത്ത് മകൻ്റെ കൈവിരലുകളിൽ ഉമ്മ വച്ചു. നിന്നെ എനിക്കറിയാവുന്നതുപോലെ മറ്റാർക്കറിയാം? ചുമ്മാതെ എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കാൻ നിനക്ക് കഴിയില്ല. നീ അങ്ങനെ നിൽക്കാനും പാടില്ല അച്ഛാ. പ്രിൻസിൻ്റെ കണ്ണുകൾ വികസിച്ചു. പക്ഷേ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മാറ്റാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. അത് മാറ്റാൻ പാടില്ല താനും. അല്ലാതെ തന്നെ നിനക്ക് കൊടുങ്കാറ്റാവാൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി തല്ലാനും ചാടി പുറപ്പെടാനും മടി കാണിക്കാതിരുന്ന പ്രമാണിയേക്കാൾ അപകടകാരിയാണ് നീയെന്ന് ശത്രുക്കൾക്കറിയണം. നിന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാക്കുകയും അരുത്. എങ്ങനെ? അച്ഛൻ്റെ മറുപടിക്കായി വർദ്ധിക്കുന്ന നെഞ്ചിരിപ്പോടെ അവൻ കാതോർത്തു. പ്രിൻസ് ഇരുമ്പ് നെറ്റിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ തിരക്കി. ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ കാര്യം നീ പറഞ്ഞല്ലോ. രാജശേഖരൻ ആളെങ്ങനെ? കൈക്കൂലിക്കാരനാണോ? നല്ല കഥയായി. കൈക്കൂലിയും കൊണ്ട് ചെന്നാൽ അദ്ദേഹം കൈവിട്ടും. ഈട്ടിക്കാടൻ സുരേന്ദ്രൻ്റെ മുഖം തെളിഞ്ഞു. കൊള്ളാം. അത്തരം ഒരു പോലീസ് ഓഫീസറെയാണ് നമുക്ക് ആവശ്യം. നിയമം വിട്ട് ഒന്നും ചെയ്യേണ്ട അദ്ദേഹം. നീതിയുടെ ഭാഗത്ത് മാത്രം നിന്നാൽ മതി. ഈട്ടിക്കാടൻ്റെ വാക്കുകൾ പ്രിൻസ് സശ്രദ്ധം കേട്ടു നിന്നു. അയാൾ അവർക്കിരുവർക്കും കേൾക്കാൻ പാകത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. പ്രിൻസിൻ്റെ കണ്ണുകൾ വികസിച്ചു. താൻ എന്താണ് ഇങ്ങനെയൊരു പദ്ധതി നേരത്തെ ഓർക്കാതിരുന്നത്? സുരേന്ദ്രൻ ഇങ്ങനെ അവസാനിപ്പിച്ചു. അപ്പോൾ നിന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മാറ്റുകയും വേണ്ട. നിനക്ക് കുറ്റബോധവും സങ്കടവും തോന്നുകയും വേണ്ട. ശരിയച്ചാ. സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. സമയം തീർന്നു. ഗാർഡ് ഓർമ്മിപ്പിച്ചു. എങ്കിൽ നീ പൊയ്ക്കോ. എൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും നിനക്ക്. പിന്നെ നേരിട്ട് തീർക്കാൻ കണക്കുകൾ വല്ലതും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ കൂടി പുറത്തു വന്നിട്ട് മതി. പ്രിൻസ് തലയാട്ടി. സുരേന്ദ്രൻ മകനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് തിരിച്ചു നടന്നു. അച്ഛൻ മറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രിൻസ് മടങ്ങി. അടുത്ത ഭാഗം നാളെ.